മച്ചന്മാരെ നൊമാഡിക്കിൻ്റെ പുതിയ ജയ്പൂർ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. ജയ്പൂരിൽ രാവിലെയുള്ള കാഴ്ചയാണ് കാണുന്നത്. നല്ല അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇഷ്ടകേട്ട വീടുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നൊരു മൂടി ക്ലൈമറ്റാണ്. ഇന്ന് നമ്മൾ ജയ്പൂരിൽ നിന്നും നമ്മുടെ ഉദയ്പൂരിലേക്ക് പോകുന്ന സീനാണ്. അതല്ല, ഇന്ന് ജയ്പൂരിൽ നമുക്ക് 2 സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന് ജയ്ഗഡ് ഫോർട്ട്, ആംബർ ഫോർട്ട്, ജൽമഹൽ. ഇത് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് 2 മണിക്ക് നമ്മൾ ട്രെയിന് ഉദയ്പൂരിലേക്ക് എടുത്തിട്ടുണ്ട്. ഉദയ്പൂരിൽ അതുപോലെ തന്നെ ഒരു അടിപൊളി ഡോർമെട്രിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോസിലേക്ക് കൂടി കംപ്ലീറ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ള ജയ്പൂരിലത്തെ ഒരു ഡോർമെട്രിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല അടിപൊളി ഡോർമെട്രിയാണ്. ഇവിടെ 300 രൂപയാണ് പറഞ്ഞത്, നോൺ AC. ഇപ്പോൾ മഴൻ്റെ ടൈം ആയിക്കൊണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ബാർഗെയിൻ ചെയ്ത് 200 രൂപയ്ക്ക് എടുത്ത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഡോർമെട്രീസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ജയ്പൂർ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതൊരു അടിപൊളി ഡോർമെട്രിയാണ്. നല്ല നീറ്റാണ് കേട്ടോ. നോക്കിയാൽ പുതിയ ഡോർമെട്രിയാണ്, നല്ല നീറ്റാണ്. വാഷ്റൂം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാൻ കുളിച്ചിട്ടേ ഇല്ലു, ഞാൻ ഇതിപ്പോൾ ഇറങ്ങലായി. അപ്പം നമുക്ക് നേരെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഇൻഫർമേഷനും കാണാൻ കഴിയും. ഇന്നലെ ഞാൻ താമസിച്ചത് ഈ ഒരു ലാൽപുറ എന്ന് പറയുന്ന ഒരു ഗല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു ഡോർമെട്രി ആയിരുന്നു. ഇതാണ് ആ ഒരു ഗല്ലി വരുന്നത്. ഇനി നമുക്ക് ആംബർ ഫോർട്ടിലേക്ക് ഇടുന്ന 7 കിലോമീറ്ററാണുള്ളത്. ബസ്സും ഷെയർ ടാക്സി ഒക്കെ അവൈലബിൾ ആണ്. ഇവിടുന്ന് ബസ്സും കാര്യങ്ങളെല്ലാം കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസിനായി ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടുത്തെ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. ബൈക്ക്, ഇലക്ട്രിക് റിക്ഷ, അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ബസ്, ഇലക്ട്രിക് റിക്ഷ, സ്കൂട്ടറും തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അവർ തിരക്കാന്ന് വന്നത് ശനിയാഴ്ചത്തെ. നമ്മൾ ഇവിടുന്ന് ബഡി ചോപ്പർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇലക്ട്രിക് റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോകുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് റിക്ഷ മാറി കയറുന്നുണ്ടെങ്കിൽ 10 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇവിടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രയാണിത്. ഇവിടെയുള്ള ആൾക്കാരും കൂടുതൽ ചൂസ് ചെയ്യുന്ന യാത്ര തന്നെയാണ് ഇത് കേട്ടോ. ഇത് ഇലക്ട്രിക് റിക്ഷ സ്റ്റാൻഡാണ് കേട്ടോ. ഇങ്ങനെ ഓരോരോ സ്റ്റാൻഡ് ഉണ്ടാവും. 2 കിലോമീറ്റർ 1 കിലോമീറ്റർ കഴിയുമ്പോൾ ആടുന്ന് അടുത്തടുത്ത സ്റ്റോപ്പിലേക്കുള്ള വണ്ടി കിട്ടും. പിന്നെ ഇതിപ്പോൾ എനിക്കിപ്പോൾ ബഡി ചോപ്പറിനാണ് ബസ്സില്ലത് ആംബർ ഫോർട്ടിലേക്ക്. ഇതാണ് ബഡി ചോപ്പറിന് ഇനി 7 കിലോമീറ്ററാണ് ഇല്ലത്. ആംബർ ഫോർട്ടിലേക്ക് പോകുന്ന ബസ്സാണ് ഇത്. ഭയങ്കര ലോക്കലായിട്ടുള്ള ബസ്സാണ് ആംബർ ഫോർട്ടിലേക്ക്. നമ്മളെ ഫോർട്ട് എത്തി കേട്ടോ. നമ്മൾ മുമ്പിൽ കാണുന്നതാണ് ആംബർ ഫോർട്ട്. വലിയ ഫോർട്ടാണ് എൻ്റെ ബസ്സിൽ തന്നെ ഇല്ലത്. ഇവിടെ നമുക്ക് കുറച്ച് നടന്നു പോകാനുണ്ട്. ഞാൻ ബസ് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. മച്ചാനേതാ ഞാനിവിടെ ഇറങ്ങിയിട്ടാ. ബസ് ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണ്. ഏത് പ്രാവുകളും. പ്രാവിനിങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന അതിൻ്റെ ഇരയും കാര്യങ്ങളൊക്കെ വെക്കും. അങ്ങനെ പ്രാവുണ്ട്. അതിൻ്റെ അടുത്ത് നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. ഇത് മറ്റേ മാനസാഗർ ലേക്കാണ്. ലേക്കിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു കോട്ട. നമ്മളിത് ഇതിലേ കൂടി അങ്ങ് കയറി പോകണം. ചെങ്കുത്ത കയറ്റത്തിൻ്റെ മുകളിലാണ് കോട്ടയിലത് കേട്ടോ. കോട്ടയിൽ എത്തിയിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഈ ആംബർ കോട്ടൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1592 രാജാ മാൻ സിംഗ് 1 ഈ ഒരു കോട്ട പണിതത്. പിന്നീട് സവായ് സിംഗ് 2 ഇത് വിപുലീകരിച്ചു. പിന്നെ മുഗൾ രാജപുത്ര വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു വിസ്തൃതമാണ് കേട്ടോ. ഈ ഒരു കോട്ടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചുവന്ന കല്ലുകളും മാർബിളെല്ലാം ആയിട്ടുള്ള ഒരു കോട്ടയാണിത്. അടിപൊളി. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഗൈഡും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഗൈഡിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യം അറിയാൻ പറ്റും. അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് വിക്കിപീഡിയ അത് ഇതിൽ നോക്കി പഠിച്ച് കാര്യങ്ങൾ വരിക. പിന്നെ നമുക്ക് ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. ജീപ്പാണെങ്കിൽ 600 രൂപയെന്ന് പറഞ്ഞത്. അത് ബാർഗെയിനാണ്, നെഗോഷ്യബിൾ ആണ് റേറ്റ്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പരിപാടിയാണ് മീനിന് ഇരയിട്ട് കൊടുക്കൽ. ഇഷ്ടംപോലെ മീനുണ്ട്. ഇത് കംപ്ലീറ്റ് മീനാണ് കണ്ടോ. നല്ല വലിയ മീനുണ്ട്. മീൻ ഫുഡ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫുഡ് ഇവിടുന്ന് മൈദ വാച്ചിട്ട് നിങ്ങൾക്ക് തരും. എല്ലാം ഇവിടുത്തെ ഒരു ആക്ടിവിറ്റീസാണ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ആനപ്പുറത്ത് നിങ്ങൾക്ക് കോട്ടൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അതിന് 1500 ചോദിച്ചത്. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എൻ്റെ ബേക്കിൽ കാണുന്ന ചങ്ങായിയാണ് എന്നെ ആനപ്പുറത്തും ഗൈഡായിട്ടിലും വരാമെന്ന് പറഞ്ഞത്. ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. അപ്പം നമുക്കെന്തായാലും കോട്ടയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ ബേക്കിൽ തന്നെയാണ് ആംബർ ഫോർട്ട് എന്ന് പറയുന്ന കോട്ടയും പിന്നെ ജയ്ഗഡ് ഫോർട്ട് അതാണ് കാണുന്നത്. ജയ്ഗഡ് ഫോർട്ടിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. എന്തായാലും നമുക്ക് കോട്ടൻ്റെ ഉള്ളിലേക്ക് പോവാം.
അപ്പോൾ ഏറ്റവും നല്ലൊരു അടിപൊളി ഗൈഡിനെ എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കറക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഞാൻ ഗൈഡിനെ എടുക്കുന്നില്ല. അപ്പോൾ നല്ലൊരു ഗൈഡിനെ പരിചയപ്പെടുത്തി. അപ്പോൾ ഗൈഡ് കാര്യങ്ങൾ പറഞ്ഞു. അബോലിയെ ആപ്ക. ഹലോ, വെൽക്കം യു. ഗുഡ് മോർണിംഗ്. ഐ എം എ ഗൈഡ്. മൈ നെയിം ഇസ് ഇലിയാസ് ഖാൻ and I have 40 years experience sharing with you also if you need. So he is still now in old city of Jaipur. The name of place Amber. And have a look behind. Very big wall, looks like China wall. This wall surrounding in everywhere on hills for protection. मैं बोलता हूँ अगर कोई इधर आएगा तो आपको इसको कांटेक्ट करेगा तो पूरा घूम के अच्छा प्राइस में आपको कर सकता है. आपका नंबर बता दो. My name is Ilyas Khan and my cell phone number is 9660305582. ओके, शुक्रिया. मेरे पास ज़्यादा टाइम नहीं था, नहीं तो मैं ज़रूर आपको पकड़िया होगा. If you have no time, you can cover up early with guide. And I have bike. I give you complimentary bike. What is your good name? നിങ്ങൾ വേറെ ഏത് ഫോർട്ട് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഫോർട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ മോൻ ഇവിടെ വന്നേരം തന്നെ വേറൊരു വൈബാണ്, വേറെ പോസിറ്റീവ് ഫീൽ കേട്ടാ. ജയ്പൂർ വേറെ ഏടി പോയിട്ടില്ലെങ്കിൽ ആംബർ ഫോർട്ട് വിസിറ്റ് ആയി. രാവിലെ തന്നെ പറഞ്ഞത്, രാവിലെ ആണ് ആ ഒരു ഫീൽ കിട്ടുക. ആ ഒരു തണുപ്പും ഉണ്ടാവും. അത് ജയ്ഗഡ് ഫോർട്ടാണ്. ജയ്ഗഡ് ഫോർട്ടിലേക്ക് അങ്ങ് പോകുന്നത് ഇവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് പോകുന്ന റൂട്ടാണത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ അതിൽ കൂടി ആരും പോക്കുണ്ടാവില്ല, കാരണം കുത്തനെയുള്ള കയറ്റാന്നല്ല കാണുന്നത്. ഞാൻ ഏകദേശം എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്തിയട്ടാ. എൻട്രി ഗേറ്റിൻ്റെ അവിടെ നോക്കിയിട്ടാ നല്ല ചുവപ്പ് കളർ കോട്ടയാണ് കേട്ടോ. ഇതാണെന്ന് വെച്ചാൽ എൻട്രി ഗേറ്റ്. അപ്പോൾ ഇവിടുന്ന് വെഡിങ് ഫോട്ടോ ഷൂട്ടെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിടങ്ങാറാക്കുന്നില്ല, നമ്മൾ പോക്കാന്നിതാ. ഇവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഫസ്റ്റത്തെ എൻട്രി കവാടാന്നിത്. എൻ്റെ മോനെ ഏത് രസടാ. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇത് ഫുള്ള് കറങ്ങി കാണും, നിങ്ങൾ കാണിച്ചു തരും. കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരും. ശരിക്കും ഇതിൻ്റെ ഭംഗിയാന്ന് ഞാൻ മെയിനായിട്ട് കാണിക്കാം. ഈ കോട്ട എന്ന് പറഞ്ഞാൽ അനക്കൊന്ന് രാജസ്ഥാനിലെ ഏറ്റവും വലിയ കോട്ടയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് പറഞ്ഞുതരാം. ഇതിൻ്റെ തന്നെ കണക്ഷനായിട്ടാണ് ഈ ഒരു ജയ്ഗഡ് ഫോർട്ടും വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ജയ്ഗഡ് ഫോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയി കാണും. ഇവിടുന്ന് നടന്നിട്ട് പോകേണ്ട ദൂരം മാത്രമാണ് ഇല്ലത്. ഞാൻ ഇവിടെ നിന്നാണ് ടിക്കറ്റ് കാര്യങ്ങൾ. ഫുഡിൻ്റെ ഉണ്ട്, ഫുഡിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ ഉള്ളിൽ. രാവിലെ ആദ്യം ഒന്ന് ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫുഡൊന്നും കഴിക്കാണ്ട് വന്നതാണ്. എൻട്രി ടിക്കറ്റിൻ്റെ അവിടെ നിന്ന് കിട്ടിയ സീനറിയാണ് മച്ചാനെ. നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഗൈഡ് എടുക്കലായിരിക്കും. ഇത് നോക്കിയട്ടെ, ഈ മലയും കഴിഞ്ഞ് പഠിച്ചോണത് അപ്പുറത്തെ മലേൻ്റെ മേലാണില്ലത്. ഏത് നോക്കിയ വൈബ്. ചൈന മതിലെല്ലാം പോലെ ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കുന്ന കോട്ടയാണിത്. ആ മഴയിലും പെയ്തുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ആൾക്കാരാണ്. അങ്ങ് വരെ കേട്ടോ, അങ്ങനത്തെ മലൻ്റെ മേലെ വരെ ഉണ്ട് ടീമേ. വേറെ ഒരു വഴിയുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. കുറേ വഴിയുണ്ട് എന്ന് തോന്നുന്നു കോട്ടയിലേക്ക് വരാനില്ല. നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാൻ കൂടുതൽ കാണാനുണ്ട്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കാണ്ടെല്ലാം വരുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. രാവിലെ ഇവിടുന്ന് ബർഗർ, സാൻഡ്വിച്ച്, അതുപോലെ തന്നെ സമൂസ, ചായ കാര്യങ്ങളെല്ലാം കിട്ടും, മിനറൽ വാട്ടർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് അവിടെ പോയി ഇരുന്ന് കഴിക്കണം. ഇത് നമ്മൾ ഇവിടുത്തെ ഗൈഡിൻ്റെ ചാർജും കാര്യങ്ങളാണ്. ഗവൺമെൻറ് റേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രാജസ്ഥാനിലുള്ള കുറേ സ്ഥലത്തുനിന്ന് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇത് തന്നെയാണ് എൻട്രിയും വരുന്നത്. ഇതിൻ്റെ മേലെ വെള്ളവും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അമ്പലം ഉണ്ട്, ATM ഉണ്ട്, SBIൻ്റെ. കോട്ടൊരു വേറെ തന്നെ വൈബ് കേട്ടോ. എൻ്റെ മോനെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അതാ. ആനൻ്റെ മേലെ കയറിയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ല 1500 എന്നോട് പറഞ്ഞത്. പക്ഷേ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. രണ്ടാളെല്ലാം ഉണ്ടെങ്കിൽ സുഖമാണ്. നോക്കിയാട്ടെ, ഓഹോ ഏത് വൈബടാ. ഇമാതിരി സീനറിയെല്ലാം കണ്ടിട്ട് വേറെ രസമായിരിക്കും കേട്ടോ. ആനപ്പുറത്തുനിന്ന് ഇതുവരെ സഞ്ചരിക്കാത്തവർക്ക് വേറെ രസമായിരിക്കും. പക്ഷേ ഇരുത്താൻ സൈഡോട്ടായി പോയി. നേരെ നോക്കിയിരിക്കണം, എന്നാലൊരു വൈബ് ഉണ്ടാവും. ഓഹോ ആ നടുക്ക് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. രാജാക്കന്മാരെല്ലാം സമ്മതിക്കണം മോനെ. എമ്മാതിരി സംഭവങ്ങളാണ് പണ്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. വെഡ്ഡിങ് ഷൂട്ടിങ്ങിൽ ഇടുന്ന് തകർക്കാനാട്ടോ. നിങ്ങൾക്കും വെഡ്ഡിങ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കിയാൽ. പഴയ 1572 ഉണ്ടാക്കിയ കോട്ടയിൽ വരച്ച ചിത്രങ്ങളാണ് പണ്ടത്തെ. രസം തന്നെ കേട്ടോ. ഓഹോ പക്ഷെ വെയിൽ, പൊളി വെയിൽ, വൈറ്റമിൻ D നല്ലോണം കിട്ടും.
നോക്കിയാ ഓഹോ ആ മുറ്റത്ത് നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് ഉള്ളിലേക്ക് കൂടി പോകാനുള്ള സംഭവമുണ്ട്. അപ്പം നമുക്കിവിടെ ചെറിയൊരു ഗാർഡൻ ഏരിയ കിട്ടും. ഗാർഡൻ ഏരിയയും വാട്ടർഫോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ രസം ഫുള്ള് രാജസ്ഥാൻ മാർബിൾ, രാജസ്ഥാനികളുടെ സ്വന്തം രാജസ്ഥാൻ മാർബിൾ ഉണ്ടാക്കിയ കോട്ടയാണ് ആംബർ ഫോർട്ട്. ഗാർഡന് കാണുന്ന വെള്ളം വരുന്ന സംഭവം വേറെ ലെവല് രസം തന്നെ കേട്ടോ. അടുത്തതാ ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു ബിൽഡിങ്. ഇതിൻ്റെ എന്താണെന്ന് ഞാൻ ഇപ്പം നോക്കി പറഞ്ഞുതരാം കേട്ടോ. ഫുള്ള് മിറർ വെച്ചിട്ടുള്ള പരിപാടിയാണിത്. സംഭവം കൂടി കിട്ടി. ഇതാണ് ഇവിടുത്തെ ശീഷ് മഹൽ. മെയിൻ സംഭവമാണ് നമ്മുടെ ഈ ഒരു ആംബർ ഫോർട്ടിലെ ആകാശത്ത്. ഇതാ മൊത്തം ആകാശത്ത് എന്ന് പറയുന്നത്. മുകളിലെല്ലാം കംപ്ലീറ്റ് സീലിങ്ങിലെല്ലാം നല്ല മിററിൻ്റെ ടൈൽസാണ് ഇട്ടിട്ടുള്ളത്. ചെറിയൊരു മെഴുകുതിരി വെളിച്ചത്തിൽ വരെ ഭയങ്കരമായിട്ട് പ്രകാശിക്കും. ഭയങ്കര രസമായിരിക്കും ആ സമയത്ത് രാത്രിയൊക്കെ. അപ്പോൾ ഫുള്ള് കണ്ണാടി പതിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ശീഷ് മഹൽ. ഉള്ളിലുണ്ട് ഇതുപോലെ തന്നെ, പക്ഷേങ്കിൽ ഉള്ളിൽ അലൗഡല്ല. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാനേ പറ്റും. അതുപോലെ നിങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും. എല്ലാം വായിച്ച് പോയി നോക്കിയിട്ട് പോകുന്നതാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് മിറർ പാലസാണ്. ഈ മിറർ പാലസിനെ പറ്റിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സാധാരണ എനിക്ക് ഒരു കൊട്ടാര വൈബ് അങ്ങനെ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ എങ്കിൽ ഈ ഒരു ആംബർ ഫോർട്ടിൽ വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ കൊട്ടാരം ഒരു കോറിഡോറാണ് കേട്ടോ ഇത്. നോക്കിയാ കാണുന്നില്ലേ എന്ത് രസം. പക്ഷേ ഇവിടെ ക്യാമറ ഉണ്ട്. ഭയങ്കര രസം പോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവിടുന്ന് ഇതാ ഉള്ളിലോട്ടേക്ക് ഒരു സ്റ്റെപ്പ് വേറെ ലെവൽ കിട്ടാം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറച്ച് റീലും കാര്യങ്ങളും ഉണ്ടാക്കണം. ഞാൻ ഇൻസ്റ്റയുണ്ട് അവൻ്റെ നൊമാഡിക് ട്രാവലർ, അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ട്. ഓഹോ വേറെ രസം മോനെ. ഞാൻ കുറച്ച് റീലിന് ഉള്ള ഷൂട്ട് ചെയ്യട്ടാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വന്ന് ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ കണ്ടതാണ് നല്ല ചെറിയ ചെറിയ കണ്ണാടികൾ കണ്ടിട്ട് വേറെ രസം. നോക്കിയാൽ ഇതിലേ കൂടി അവിടെ കണ്ണാടിയല്ലേ, ഇവിടെ ഗ്ലാസ് ഇല്ല, പൊട്ടിപ്പോയി. ഓ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ ആ ഒരു റോഡും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കാണുന്നത്. ശത്രുക്കൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കാൻ പറ്റും. എന്നിട്ട് ഇവിടുന്ന് അതിനക്രമിക്കാൻ പണ്ട് തമ്പും ബില്ലും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ചിലതിന് ഗ്ലാസ് ഉണ്ട്, ചിലതിനുള്ള ഗ്ലാസ് പൊട്ടിച്ച സംഭവമാണ്. ഓ വൃത്തിയാക്കി നിന്നിട്ടാ ഭയങ്കര അടിപൊളിയാണ് വെച്ചാണ്. നടന്നെത്തിയതാണ് ഇത് അടുത്ത വ്യൂ പോയിന്റിൽ. അവിടെ ഇതില്ലേ ഇത് ലെവലടാ. ഞാൻ സോളോ ആയിപ്പോയി. വേറെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് റീൽസ് എടുത്തിട്ട് മരിക്കുകയാണ്. എനക്കൊന്ന് അത് ജയ്ഗഡ് ഫോർട്ടാണ് കേട്ടോ. അത് ജയ്ഗഡ് ഫോർട്ട്, ഇത് ആംബർ ഫോർട്ട്. അവിടത്തേക്ക് നടന്നിട്ട് പോകാൻ പറ്റും. അതാണ് വഴി. നടന്ന് പോയിട്ട് വേണം അവിടെ നിന്ന് കറങ്ങാൻ. ഈ ഒരു ഫോർട്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡായിട്ട് ഉണ്ടാക്കിയതാണ് ആ ഒരു ജയ്ഗഡ് ഫോർട്ട്. ആ ഒരു ഫോർട്ടിന് ഇങ്ങനെ നടന്ന് അവിടെ എല്ലുമ്പോൾ ആടുന്ന ആ ഒരു വീഡിയോ എടുക്കാൻ മലേൻ്റെ ആലോചിക്കുമ്പോൾ തന്നെ കുളിര് കോരുന്ന വച്ചാണ്. ഞാൻ എന്തായാലും ജയ്പൂർ ഒരു പ്രാവശ്യം കൂടി വരും. കാരണം ഏത് വിൻ്ററിൽ. അപ്പോൾ നമ്മളിതാ ഈ രാജസ്ഥാൻ കോട്ടയിലെ ദിൽകുഷ് ഹാളാണ് കേട്ടിത്. ദിൽകുഷ് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേര് പോലെ തന്നെ ഹൃദയം സന്തോഷിക്കുന്ന ഒരു സ്ഥലം. ഇവിടുത്തെ കൊത്തുപണികളും ചിത്രകലകളെല്ലാം അടിപൊളിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രാജാവ് പണ്ട് വരുന്ന അതിഥികളെല്ലാം ഈ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് നമ്മളെന്താ പറയുക സെർവ് ചെയ്തിട്ടില്ലത്. അതിഥികൾക്കെല്ലാം വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ദിൽകുഷ് ഹാൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോട്ടൻ്റെ 4 ഭാഗത്തുള്ള കാഴ്ച കാണും. 4 ഭാഗത്ത് ചുമരും കാര്യങ്ങളാണ്. നടുക്ക് വന്ന് ഇരുത്തും. സൈഡിൽ ചെയറും കാര്യങ്ങളെല്ലാം ഉണ്ട് വന്നിരുന്ന് ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ രസം തന്നെയാണ് കേട്ടോ ദിൽകുഷ് മഹൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ദിവാനെ ഹാൾ. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ രാജാക്കന്മാർ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതായത് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് ഇവിടെയാണ്. യുദ്ധത്തിന് ജയിച്ചതിനാലെല്ലാം ഫുൾ ആഘോഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ദിവാനെ ഹാള്. അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. കാരണം നിങ്ങളിവിടെ വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു കോട്ട കണ്ട് ശരിക്കും മനസ്സിലാക്കി പോകാൻ പറ്റും. അല്ലെങ്കിൽ ഗൈഡിനെ എടുത്താൽ മതി, അല്ലെങ്കിൽ പോകുന്ന ഭാഗത്തിൽ ഇങ്ങനെ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും. എനിക്കൊന്ന് ജയ്ഗഡ് ഫോർട്ടിലേക്ക് പോകുന്നതാണ്. നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് കണ്ട പാർട്ടാണ്. അതിലേക്ക് കൂടി പോകാൻ പറ്റുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നോക്കിയാട്ടെ, അത് കയറി വരുന്ന സംഭവമാണ് കേട്ടോ. എൻട്രി ആണത്. എക്സിറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. മിക്കവാറും എൻട്രിയിലേക്ക് കൂടി തന്നെ പോകേണ്ടി വരും ഞാൻ. അപ്പോൾ ഇതാണ് ആനപ്പുറത്ത് വരുന്ന സംഭവം കേട്ടോ. വേറെ ലെവൽ ഫീലായിരിക്കും മച്ചാനെ. ഇങ്ങനെ റൗണ്ട് അടിക്കും. അപ്പോൾ ആടുന്നതാ ഡ്രം അടിക്കുന്നുണ്ട്. ഓ പൊളി.
എങ്ങനെയുണ്ട്? വേറെ വൈബല്ലേ? ആന പുറത്ത് വരുന്നുണ്ട്, അപ്പം വേറെ ആൾക്കാർ. ആനതാ മറ്റേ ഇതെല്ലാം തിന്നുകൊണ്ടാ വരുന്നത്. വേറെ ലെവല്. ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇറക്കൽ. നമുക്ക് ഇവിടുന്ന് ഒരുപാട് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് റിക്ഷകളും ബസ്സും ഉണ്ടാവും തോന്നുന്നു. ടുട്ടുക്ക് അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. ഓട്ടോ ഉണ്ട്, അതുപോലെ തന്നെ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഞാനങ്ങനെ ജൽമഹലിൻ്റെ മുമ്പിലെത്തി. നമ്പർ 14 അവിടെ നിന്ന് 10 രൂപ ബസ്സിന് കൊടുത്തിട്ട് ആകെ 4 കിലോമീറ്ററാണ് ഉള്ളത്. ജൽമഹലാണ് എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ഐറ്റം ഉണ്ട്. അതായത് നമുക്കൊന്ന് മീനിന് ഫുഡ് കൊടുക്കാം, അതുപോലെ തന്നെ പ്രാവിന് ഫുഡ് കൊടുക്കാം. അതിൻ്റെ ഫുഡും കാര്യങ്ങളിലും മൈദ കുഴച്ച് വെച്ചിട്ട് ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ടൂറിസ്റ്റിനെ കാത്തിട്ട്. അപ്പോൾ ഇത് ലൈക്കായിക്കൊണ്ട് തന്നെ ഇവിടെ നല്ല വലിയ വലിയ മീനുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പരിപാടിയാണിത്, മീനിന് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മീനുകൾ കാണുന്നുണ്ടാവും. വലിയ വലിയ മീനായില്ലേ ലേക്കിലുള്ളത്. എനിക്കൊന്ന് ഫിലോപ്പിയ പോലത്തെ മീനായിരിക്കും. മീനുകൾ ഇത് കാണുന്നു, ക്യാമറ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ ഇതാ ആ ബ്രെഡ് പോകുന്നത് കാണുന്നുണ്ട്. ഇതാ അവിടെ കണ്ട ഫുള്ള് ഫുഡ് കഴിക്കുന്നുണ്ടോ. നല്ല വലിയ വലിയ മീനാണ്. ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് നല്ല വണ്ണം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഫുഡ് ഇട്ട് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ആൾക്കാർ മനസ്സിലെന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടില്ലാന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇവരെ എന്തെങ്കിലും ആചാരം ഉണ്ടാവും ഇതിനെ പറ്റിയിട്ടുള്ള. അതിനെ പറ്റാമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് പറഞ്ഞുതരാം. ഓരോ സ്ഥലത്ത് ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കണ്ട ജൽമഹൽ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ആമർ ഫോർട്ടിൽ 100 രൂപേൻ്റെ ടിക്കറ്റാണ് ഞാൻ കൊടുത്തത്. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് ബഡി ചോപ്പറിലേക്ക് ബസ് കിട്ടും. 10 രൂപ ഉണ്ടാവും. ബസ് ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ബഡി ചോപ്പറിൽ നിന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിലും നാട്ടിലേക്കാണെങ്കിലും ബാക്കി സ്ഥലത്തേക്ക് കറങ്ങാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ബഡി ചോപ്പർ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കുള്ള ബസ്. നമ്പർ 4 ജയ്ഗഡ് ഫോർട്ട് അവിടെ നിന്ന് നടന്നിട്ട് പോകേണ്ട ദൂരമേ ഉള്ളൂ. ഞാൻ പിന്നെ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. 2 മണിക്ക് നമ്മളെ ട്രെയിന് ഉദയ്പൂരിലേക്ക് ജോധ്പൂരിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എനക്കൊന്ന് ആ നായി മീനെ പിടിക്കാനാണെന്നോ അല്ലെങ്കിൽ ചൂട് സഹിക്കാൻ കഴിയാണ്ടെന്നോ വള്ളത്തിൽ ഇറങ്ങിയെന്ന് അറിയില്ല. അപ്പോൾ രാജസ്ഥാനിലെ എൻ്റെ ലെൻസിലേക്ക് കൂടിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇവരിങ്ങനെ പഴയ റൊട്ടിയും കാര്യങ്ങളൊക്കെ മീൻ ഇട്ട് കൊടുക്കാൻ വരുന്ന കേട്ടോ. അപ്പോൾ ജൽമഹൽ എല്ലാവരും കണ്ടില്ലേ. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് ബഡി ചോപ്പറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് കാണിച്ചു തരാം. ഈ ബസ്സിലാണ് വന്നത്. ബഡി ചോപ്പർ നേരെ പോകേണ്ടത്. ഈ ബസ്സിന് അങ്ങോട്ടേക്ക് കടത്തി വിട്ടില്ല. അപ്പം ഇനി ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അത് നമ്മൾ ഇലക്ട്രിക് റിക്ഷയിൽ പോകും. അവിടെ നിന്ന് ട്രാഫിക് പോലീസ് പിടിച്ചയാളെ ഇലക്ട്രിക് റിക്ഷയിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്കുള്ള മെട്രോ ഉണ്ട്. ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ജയ്പൂർ സെൻറ്റർ ഹവാമഹലിൻ്റെ അടുത്ത് എത്തി. അവിടെ നിന്നാണ് നമ്മളെ മെട്രോയും കാര്യങ്ങളൊക്കെ ഉള്ളത്. മെട്രോയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പിടിച്ചിട്ട് പോകും. ഞാൻ ജസ്റ്റ് എടുത്തൊന്ന് ട്രാഫിക്കും കാര്യങ്ങളും ആ ഒരു എന്താ പറയുക ഭയങ്കര ഡിസ്റ്റർബൻസാണ്. വണ്ടീൻ്റെ ഹോണും കാര്യങ്ങളും അത് ഇതെല്ലാം ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഈ ഒരു സാധനം തന്നെയാണ് മൈനി. ഞാൻ ഇതാ വന്നത് 10 രൂപ കൊടുത്തിട്ട് അവിടെ നിന്ന്. ഇതിലേക്കൂടി തന്നെ നിങ്ങൾക്ക് സ്ഥലം അറിയാമെന്നുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് യാത്ര ചെയ്യാൻ പറ്റും. 2 കിലോമീറ്ററിലും ആകെ 10 രൂപ വരും. കൂടുതൽ ഇങ്ങനത്തെ വണ്ടിയിൽ തന്നെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് കാണിച്ചു തരാം. അതാണ് ഹവാമഹൽ. ഹവാമഹലിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതാ നേരെ മുമ്പിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. പോലീസൊന്നും ഹെൽമെറ്റ് ഇല്ലാണ്ടാ പോകും. ഇവിടെ വലിയ ഇതൊന്നുമില്ല. കണ്ടിട്ടുണ്ടാവില്ലേ പോലീസുകാരൻ ബൈക്കിൽ ലിഫ്റ്റ് വെച്ചിട്ട് പോകുന്നു. ലിഫ്റ്റ് വെച്ച് പോകുന്നതുകൊണ്ടായിരിക്കും. അമ്പലമുണ്ട് ഇവിടെ തന്നെ സൈഡിൽ. മെട്രോ ഇതാ താഴേക്ക് പോകുന്നത്. ഇതാണ് മെട്രോ സ്റ്റേഷൻ. കണ്ടല്ലോ ഹവാമഹലിൻ്റെ സൈഡിൽ തന്നെ മുമ്പിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ എളുപ്പമാണ്. ഇവിടുന്ന് ബസ്സും കിട്ടും. ആമർ ഫോർട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. നമ്മുടെ മെട്രോ ഗേറ്റ് നമ്പർ 1 അവിടെ തന്നെ ആയിട്ട് ജയ്പൂരിലത്തെ ബൈക്ക് റെൻറ്റിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുത്തിതാക്കി തരാം. അത് പ്രശ്നമില്ല. നമ്പർ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി. ഗേറ്റ് നമ്പർ 1 ജയ്പൂർ ബൈക്ക് റെൻറ്റിൻ്റെ സംഭവം ഉണ്ട്.
അവിടെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളും. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. രണ്ട് മനസ്സായിട്ടേ ഇല്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കണോ. ഇന്നലെ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തത് നല്ല അടിപൊളി താലി കിട്ടിയിട്ടുണ്ട്. അതിന് രാജസ്ഥാൻ താലി 150 റുപ്യ മാത്രമാണ് ആയിട്ടില്ലത്. അപ്പോൾ ഞാൻ ഇപ്പം വിചാരിക്കാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കണോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു താലി. എന്തായാലും ഇവിടെ നോക്കി നോക്കാം. എന്തായാലും ജയ്പൂരിലത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം. റെയിൽവേ സ്റ്റേഷനിലെത്തത് കാരണം നമ്മളെ ട്രെയിൻ എത്തി മുത്തേത്. ഇതാണ് ട്രെയിൻ, നമ്മുടെ ജയ്പൂർ ഉദയ്പൂർ എക്സ്പ്രസ്. 2:10 വിട്ടിട്ട് ഇവിടെ 9:50 എത്തി. നമ്മൾ റൂം ഇവിടെ അടുത്ത് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡോർമെട്രി ആണ്. അങ്ങോട്ടേക്കാണ് നടന്നിട്ട് പോകുന്നത്. ഏകദേശം 500 മീറ്റർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോകണം. റൂം കാണണം, നിങ്ങൾക്ക് കാണിച്ചു തരണം. നാളെ രാവിലെ നമുക്ക് കറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യണം. ഒന്നും കഴിച്ചിട്ടില്ല കേട്ടാ. ഈ ഒരു ട്രെയിൻ മോശം ട്രെയിനാണ്. ഒന്നും ഫുഡൊന്നും കിട്ടിയിട്ട മര്യാദയ്ക്ക്. സമൂസ വെള്ളം വരെ ഇട്ടില്ല. ലാസ്റ്റ് എന്തോ ഭാഗ്യത്തിന് വെള്ളം കിട്ടിക്കൊണ്ട് ജീവൻ കഴിച്ചല്ലേ. ഫസ്റ്റ് ഒന്ന് റൂമിൽ പോയിട്ട് ഒന്ന് ചെക്ക് ഇൻ ചെയ്യട്ടെ, ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ബാക്കി കഥ പറയാം. ഇത് MMTയിൽ ബുക്ക് ചെയ്ത് 200 റുപ്യൻ്റെ ഡോർമെട്രി. എന്തായാലും സീനില്ല. ഇന്നൊരു രാത്രി മാത്രമായിരുന്നു. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നടന്നിട്ട് വരേണ്ട ദൂരേ ഇല്ലു. പക്ഷേ എങ്കിൽ ഇവിടെയുള്ള അടിപൊളിയാണ്. അതാണ് കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ ഒരു റേറ്റിനൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് അടുത്ത് ലൈറ്റ്, അതുകൊണ്ട് അത്രേ വിളിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ. ബാക്കി കഥകൾ നാളെ.